ഹായ് ഗായ്സ്, നമുക്ക് ഈ പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. ഞാനുണ്ടല്ലോ എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് കേട്ടോ എനിക്ക് ഇന്ന് ഈ പൈപ്പ് ക്ലീനേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം വേറൊന്നുമല്ല, ഞാനും ചേച്ചിയും ഡെയിലി വഴക്കുണ്ടാക്കുന്ന ആൾക്കാരാണ്. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി. ഇപ്പോൾ ചേച്ചി ബാംഗ്ലൂരാണെങ്കിൽ കൂടി ഞങ്ങൾ ഫോൺ വിളിച്ചിട്ടാണ് ഈ വഴക്കുണ്ടാക്കും കേട്ടോ. ഞങ്ങൾക്ക് പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട വഴക്കുണ്ടാക്കാൻ കേട്ടോ. ഞങ്ങളുടെ കയ്യിലിരിപ്പോണ്ടായിരിക്കണം ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് അത് വഴക്കിലേ ചെന്നെത്താറുള്ളൂ കേട്ടോ. അതേപോലെ അവൾ നാട്ടിൽ വന്ന സമയം ഇതേപോലെ തന്നെ ഞങ്ങൾ വഴക്കുണ്ടാക്കി. ഞാൻ സാധാരണ ഇങ്ങനെ ഞങ്ങൾ ഡെയിലി വഴക്കുണ്ടാക്കും. അവൾ നാട്ടിലാണെങ്കിൽ ശരി അവിടെയാണെങ്കിൽ ശരി ഞങ്ങൾ എന്തായാലും വഴക്കുണ്ടാക്കി. ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കിയ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതായത് അവൾ എവിടെയോ പോകാൻ നേരത്ത് ഇങ്ങനെ ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതായത് ഞാനാണ് കൂടുതലായിട്ട് വഴക്കുണ്ടാക്കാറുള്ളത്. കാരണം എന്താണെന്ന് വിചാരിച്ചായിരുന്നു, ഞാൻ എപ്പോൾ വഴക്കുണ്ടാക്കിയാലും ഇച്ചിരി നേരത്തേക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വായതൊരാതെ വർത്താനം പറയുമായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, അന്ന് മാത്രം ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടായിരിക്കണം ഞാൻ അവളോട് തെറ്റിയിട്ട് മിണ്ടാൻ മറന്നു പോയിട്ടോ. ഞാൻ മറന്നു പോയിട്ട് അവൾ പോയി വരുമ്പോണ്ടല്ലോ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ തെറ്റിയിട്ട് മിണ്ടാൻ മറന്നല്ലോ, പക്ഷേ ഞാൻ ഇന്നിച്ചിരി ഭയങ്കര ഓവറായിപ്പോയി എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ വന്നപ്പോഴാണ് ഗൈസ് അവൾ എനിക്ക് 2 കളറായി യെല്ലോയും ബ്ലൂവും കളറിലുള്ള പൈപ്പ് ക്ലീനേഴ്സ് കാണിച്ചു തന്നിട്ട്, നീ ഇന്ന് രാവിലെ തെറ്റില്ല. അപ്പോൾ എനിക്ക് വിഷമമായപ്പോൾ എൻ്റെ വകര് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് കുറച്ച് കൂടുതൽ കളർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. അവൾ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ 2 കളർ എടുത്ത് കാണിച്ചു തന്നത്. എനിക്ക് ഇത്രയും കൂടെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴും അവൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ തെറ്റിയിരിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചെണ്ണം കൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഹാർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ചെണ്ണം കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഒരു ക്രോഷ്യ കൊണ്ടൊരു ബോൾ ചെയ്തിരുന്നു. പ്രത്യേക എന്തുദ്ദേശിച്ചിട്ടാണെന്നൊന്നും ഞാൻ ഉണ്ടാക്കി എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് ഇതിങ്ങനെ കുത്തി വെക്കാമെന്ന്. അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായി എന്നുള്ള കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സിൽ ഏതാ ഇഷ്ടമായെന്ന് പറയണം. പിന്നെ ഞാൻ ആ ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ നടുവിൽ ഇതുപോലെ ഒരു കുഞ്ഞ് മുത്ത് വെച്ചിട്ട് ഞാനത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നും കൂടി എല്ലാം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.